എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമുക്ക് ഇടയിൽ കാണുന്ന ഒരു മെയിനായിട്ടുള്ളൊരു വില്ലനാണ് ജലദോഷം, പനി, ചുമ അല്ലേ? ചെറിയ മക്കൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. പുറത്ത് നമ്മളൊരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങിക്കഴിഞ്ഞാലും വീട്ടിൽ ഇതും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്കൊരു ചെറിയൊരു ജലദോഷമോ തുമ്മലോ ഒക്കെ വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്കൊരു സ്റ്റീം ഇൻഹലേഷൻ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ടീരിയസോ വൈറലോ ഒക്കെ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ പോകുന്നതാണ്. നമുക്ക് വെള്ളമെടുത്തിട്ട് വെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ഗ്രാമ്പൂ, പനിക്കൂർക്കയുടെ ഇല, തുളസിയുടെ ഇല ഇത്രയും ഇട്ട് നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മളത് ഇൻഹെയിൽ ചെയ്യുക, ആവി കൊള്ളുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റീം ഇൻഹലേഷൻ എടുക്കുമ്പോൾ കണ്ണ് ചെറിയ തുണി കൊണ്ട് കെട്ടിവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ണിൽ ഡയറക്റ്റ് ചൂട് ഏൽക്കാൻ പാടുള്ളതല്ല. അതിന് ശേഷം നമ്മൾ ഇൻഹെയിൽ ചെയ്യുക. ഒരു ദിവസം 2-3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഡിക്കോക്ഷനായിട്ട് എടുക്കാം. എന്താണ് ഒരു ഹെർബൽ ഡിക്കോക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചുക്ക് കാപ്പി, കരിപ്പട്ടി കാപ്പിയൊക്കെ നമ്മൾ കുടിക്കാറില്ലേ? അതുണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ കരിപ്പട്ടി അല്ലെങ്കിൽ ശർക്കര അതിലിട്ടതിന് ശേഷം 2-3 ഗ്രാമ്പൂ, ചുക്ക്, ഏലക്ക, ചുക്കാണെങ്കിൽ ചുക്ക്, ഇഞ്ചിയാണെങ്കിൽ ഇഞ്ചി, ഏലക്കായ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. നമുക്ക് കാപ്പിപ്പൊടി വേണമെങ്കിൽ ചുക്ക് കാപ്പി പോലെ ഇടണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടി അതിലേക്ക് ചേർക്കാം. തുളസിയിലയും നവരയിലയും മസ്റ്റായിട്ട് അതിലേക്ക് ഇടുക. അതിട്ടതിന് ശേഷം അതിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മളതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 3-4 ഡ്രോപ്സ് നാരങ്ങ നീരും കൂടെ അതിലേക്ക് ചേർക്കുക. അത് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ തേൻ ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. അത് നമ്മളൊരു ഗ്ലാസ് ഒരു ദിവസം ഒരു 2 നേരം നമ്മളത് കുടിക്കുകയാണെങ്കിൽ അത് വളരെയധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഇതെല്ലാത്തിനും തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് വഴി തന്നെ നമുക്ക് നമ്മളുടെ ഈ ചെറിയ രീതിയിലുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ജലദോഷം, ചുമ, കഫക്കെട്ടൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിത് ഈ ഡിക്കോക്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് അസുഖമില്ല അല്ലെങ്കിൽ നമ്മൾ പുറത്ത് മക്കളൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻഹലേഷൻ ഒന്ന് ചെറുതായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ വായിലോ മൂക്കിലോ ഒക്കെ എന്തെങ്കിലും ബാക്ടീരിയാസോ വൈറസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ഇൻഹലേഷൻ ചെയ്യുന്നത് വഴി തന്നെ നമുക്കത് അങ്ങ് പോയി കിട്ടും. അതാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി, അസുഖം ഇല്ല എന്നുണ്ടെങ്കിൽ. അല്ല, അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇതിൻ്റെ ഒരു ഇൻഹലേഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.